ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്നാണ് പാസ്റ്റർ നമ്മോട് പറഞ്ഞത്. അങ്ങനെ തന്നെയല്ലേ പാസ്റ്റർ പറഞ്ഞത്? രക്ഷ എന്ന് പറഞ്ഞാൽ രക്ഷ എന്ന് പറയുന്നത്, ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്ന് പറയുന്നത് ഒന്നാം തരം ദുരുപദേശമാണ്. അത് ഇന്ന് ഈ പറയുന്ന മതങ്ങൾ എന്ന് പറയുന്ന എല്ലാവരും പഠിപ്പിക്കുന്ന ഒരു വ്യാജമാണ്. രക്ഷ എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ അല്ല. അങ്ങനെയാണെങ്കിൽ അതേ എന്ന് സ്ഥാപിക്കാൻ അനേക വചനങ്ങൾ വേണമെങ്കിൽ എടുക്കാം. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രക്ഷ എന്ന് പറഞ്ഞ് ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. അപ്പൊ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ എന്ന് ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി സ്ഥാപിക്കാം, ഇല്ലേ? എന്നാൽ ഇവിടെ നമ്മൾ പഠിപ്പിച്ചത് രക്ഷ എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലല്ല, ന്യായവിധിയിൽ നിന്നുള്ള വിടുതലാണ്. രക്ഷ എന്ന് പറഞ്ഞത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലല്ല, ന്യായവിധിയിൽ നിന്നുള്ള വിടുതലാണ്. അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും അവൻ പാപം ചെയ്താൽ അവന് ശിക്ഷാവിധി ഉണ്ട് എന്ന് തന്നെയാണ് പഠിക്കുന്നത്. കൊളോസസ് ലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ തെറ്റ് ചെയ്തവന് ശിക്ഷ ലഭിക്കും, അക്കാര്യത്തിൽ മുഖനോട്ടമില്ല. അപ്പൊ തെറ്റ് ചെയ്തവന് ശിക്ഷ ലഭിക്കും. അവൻ രക്ഷിക്കപ്പെട്ടവനായാലും കൊള്ളാം, രക്ഷിക്കപ്പെടാത്തവനായാലും കൊള്ളാം, തിരുമേനിയായാലും കൊള്ളാം, അൽമേനിയായാലും കൊള്ളാം, ഏത് കൊമ്പത്തവനായാലും ദൈവം അവനെ വെറുതെ വിടുകയില്ല എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, അല്ലെ? അപ്പോ തെറ്റ് ചെയ്യുന്നവന് അത് അപ്പൊ 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട പൗലോസാണ് ഇത് എഴുതിയത്, അല്ലെ? ആ പൗലോസ് തെറ്റ് ചെയ്താൽ ശിക്ഷ ലഭിക്കില്ലേ? അപ്പൊ പൗലോസിന് പോലും തെറ്റ് ചെയ്താൽ ശിക്ഷ ലഭിക്കുമെങ്കിൽ ഇവിടെ ഇരുന്ന നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷ ലഭിക്കാതിരിക്കുമോ? ശിക്ഷ ലഭിക്കും. അപ്പോൾ ഒരു വിശ്വാസിക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ? ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന ആളുകൾ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ ദൈവം ശിക്ഷിക്കുകയില്ല എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതുവരെ പഠിപ്പിച്ചിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ നമ്മൾ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. പഴയ നിയമം എന്താണ് പറയുന്നത് നോക്കാം. തെറ്റായ കുറ്റാരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, നിഷ്കളങ്കരെയും നീതിമാന്മാരെയും വർദ്ധിക്കരുത്, ദുഷ്ടനെ ഞാൻ വെറുതെ വിടുകയില്ല. ദുഷ്ടനെ ഞാൻ എന്ത് ചെയ്യില്ല? വെറുതെ വിടുകയില്ല. അവൻ ഏതവനായാലും ദുഷ്ടനാണെങ്കിൽ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെട്ടാലും രക്ഷിക്കപ്പെടാതിരുന്നാലും ദുഷ്ടനെ എന്ത് ചെയ്യും? ശിക്ഷ ലഭിക്കും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ. അപ്പോ നോക്കുക, മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവൻ ഏതവനായാലും അവൻ എന്തുണ്ട്? ശിക്ഷ ഉണ്ട് എന്നുറപ്പാണ്, ഇല്ലേ? നമ്മൾ സുഭാഷിതം 6-ാം അധ്യായം അതിന്റെ 27-ാമത്തെയും 28-ാമത്തെയും വാക്യം വായിച്ചു നോക്കുക. 27-28 വാക്യം. ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീ കൊണ്ട് നടക്കാൻ ആർക്ക് കഴിയും? ഒരു ചോദ്യം. ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീ കൊണ്ട് നടക്കാൻ ആർക്ക് കഴിയും? അല്ലെങ്കിൽ കാല് കൊള്ളാതെ കനലിന് മീതെ നടക്കാൻ കഴിയുമോ? കനലിന് മീതെ നടക്കാൻ സാധിക്കുമോ? ചോദ്യം. അതായത് തീ കനലിന്റെ മുകളിലൂടെ കാല് കൊള്ളാതെ നടക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തിൽ തീ വെച്ചിട്ട് ഈ നെഞ്ചു പൊള്ളാതെ ഈ തീ കൊണ്ട് നടക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അങ്ങനെ പറ്റുകയില്ലെങ്കിൽ അതുപോലെയാണ് ഒരുവൻ പാപം ചെയ്താൽ ശിക്ഷ ഏൽക്കാതിരിക്കാനും സാധ്യമല്ലെന്ന് അടുത്ത വാക്യം പറയാം. അതുപോലെ അയൽക്കാരന്റെ ഭാര്യയെ പ്രാപിക്കുന്നവൻ അവളെ സ്പർശിക്കുന്നവനും ശിക്ഷ ഏൽക്കാതിരിക്കുകയില്ല. അതുപോലെ ഏതുപോലെ ഈ പറഞ്ഞത് നടക്കുമെങ്കിൽ ആ പറഞ്ഞു നടക്കും, ഈ പറഞ്ഞ് നടന്നില്ലെങ്കിൽ ആ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പ് എന്ന് പറയുന്നു. അതേ സഭാപ്രസംഗത്തിൽ 14:14 പറയുന്നു. സുഭാഷ്
വഴിപിഴച്ചവൻ തന്റെ പ്രവർത്തികളുടെ ഫലം അനുഭവിക്കും. വഴിപിഴച്ചവൻ തന്റെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കും. ഉത്തമനായ മനുഷ്യൻ തന്റെ പ്രവർത്തികളുടെയും. അപ്പോൾ വഴി പിഴച്ചവൻ ആരായാലും എന്ത് കിട്ടും? അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എങ്ങനെയും ജീവിക്കാമെന്ന് നമ്മൾ പഠിപ്പിച്ചോ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇതുപോലെ, അതായത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എങ്ങനെയും ജീവിച്ചോ എന്ന് പറഞ്ഞ് മനുഷ്യനെ, അതായത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സുവിശേഷം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കുക, ഈ പറയുന്ന, അപ്പൊ അങ്ങനെയാണെങ്കിൽ റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ശിക്ഷാവിധിയില്ല എന്നുള്ളത് മാറ്റി എന്ത് എഴുതണം? ന്യായവിധിയില്ല എന്നാണ്, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-18 വാക്യം വായിക്കുക. യോഹന്നാൻ 3:17-18 വാക്യം. യോഹന്നാൻ 5:24-25 വാക്യം. 3:17. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, ലോകത്തെ ന്യായം വിധിക്കാനല്ല. പ്രത്യുത എന്താണ് അവിടെ എഴുതേണ്ടത്? ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, ന്യായം വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്, അല്ലെ? അപ്പൊ അവൻ വഴി എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കണം. അടുത്ത വാക്യം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ന്യായവിധിക്ക് അർഹരല്ല, ന്യായവിധിക്ക് വിധിക്കപ്പെടുന്നില്ല. ന്യായവിധി ഇല്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ന്യായവിധി ഉണ്ടോ? ഇല്ല. ശിക്ഷാവിധി ഉണ്ട്, ഇല്ലേ? അപ്പൊ നമ്മളെന്താ പറഞ്ഞ? ശിക്ഷാവിധി ഉണ്ട്, ന്യായവിധി ഇല്ല. മനസ്സിലായോ? അപ്പൊ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതിനാ നമ്മളെ ന്യായം വിധിക്കാനല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാനാണ് വന്നത്. ന്യായം വിധിക്കാനാണോ? എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപം ചെയ്തവന് ഈ ലോകത്ത് വെച്ച് ശിക്ഷാവിധി ഉണ്ട്, അല്ലെ? അവന് ശിക്ഷാവിധി ഉണ്ട്. അതുകൊണ്ട് ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണമെന്ന് എല്ലാവരും പഠിപ്പിക്കുന്നുണ്ടല്ലേ? ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തെ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് ഭയപ്പെടേണ്ടത്? ദൈവത്തിന്റെ ന്യായവിധിയെ ഭയപ്പെടണം. എന്തിനാ ഭയപ്പെടേണ്ടത്? ദൈവത്തെ അല്ല ഭയപ്പെടേണ്ടത്. പിന്നെ എന്താണ്? പാപം ചെയ്താൽ എന്ത് കിട്ടും? ന്യായവിധി ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ദൈവത്തെ അല്ല ഭയപ്പെടേണ്ടത്, ദൈവത്തിന്റെ ന്യായവിധിയെ ഭയപ്പെടണം. ഇനി 5-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-25 വാക്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ശിക്ഷാവിധി ഉണ്ടാകും, അവന് ന്യായവിധി. ഇപ്പൊ ശിക്ഷാവിധിയാണോ ന്യായവിധിയാണോ? ശിക്ഷാവിധി ഉണ്ട്, ന്യായവിധി ഉണ്ടാകുന്നില്ല. യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര വിധിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തില്ല? ന്യായവിധിയില്ല. നരകമില്ലെന്നാണ് എന്റെ അർത്ഥം, അല്ലെ? അവന് നരകമില്ല. അർത്ഥ വാക്യം വായിച്ചു നോക്ക്. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഏത് മരണം? 2-ാം മരണത്തിൽ നിന്ന് അവൻ എവിടേക്ക് കടന്നു? ജീവനിലേക്ക് കടന്നിരിക്കുന്നു, അല്ലെ? അപ്പോൾ ശിക്ഷാവിധിയുണ്ട്, ന്യായവിധിയില്ല എന്നാണ് നമ്മൾ പഠിപ്പിച്ചത്, അല്ലെ? ഇനി അപ്പോ ഈ പറയുന്ന നമ്മളിവിടെ എന്ത് പഠിപ്പിക്കുന്നില്ല? ദുരുപദേശം ഉണ്ടോ ഇവിടെ? ഇല്ല. ഇനി 2-ാമത്തെ ആരോപണമാണ്, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്, അല്ലെ? 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായി. അപ്പോ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ രൂപരഹിതവും ശൂന്യവുമായി. ഈ രൂപരഹിതവും ശൂന്യവുമായ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ദൈവം ഓരോ സൃഷ്ടി നടത്തിയപ്പോഴും എന്താ പറഞ്ഞെന്നറിയാമോ? നന്നായിരിക്കുന്നു. ഈ ലോകത്തിൽ ആരെങ്കിലും ഇപ്പൊ നമ്മളൊരു പുട്ടുണ്ടാക്കിയതിലായിരിക്കും, ആ പുട്ട് കുഴഞ്ഞു മറിഞ്ഞ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. അതിനെ നോക്കിയിട്ട് നന്നായിരിക്കുന്നു എന്ന് പറയുന്ന മണ്ടനാരാണ്? അപ്പോ ഈ ലോകത്തെ ദൈവം സൃഷ്ടിച്ചിട്ട് എന്ത് പറഞ്ഞു? രൂപരഹിതവും ശൂന്യവുമായിരിക്കുന്ന ഭൂമിയെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, എന്ത് പറഞ്ഞു? നന്നായിരിക്കുന്നു.
അങ്ങനെ ദൈവം പറയുമോ? അങ്ങനെ ഓരോ ദിവസവും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഓരോ ദിവസവും എന്ത് പറഞ്ഞുകൊണ്ടിരുന്നു? സന്ധ്യയായി ഉഷസായി എല്ലാം നന്നായിരിക്കുന്നു. ദൈവം പറയുമോ? ഇല്ല. അപ്പോ ഈ 1-ാം അധ്യായം അവസാനിക്കുമ്പോൾ അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയാണ്, എല്ലാ സൃഷ്ടിയും കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവം എല്ലാത്തിനും നോക്കിയിട്ട് ഒരൊറ്റ പറത്തലാണ്. എന്താണ് പറഞ്ഞത്? ഞാൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു. അപ്പോ രൂപരഹിതവും ശൂന്യവുമായി ദൈവം സൃഷ്ടിച്ചിട്ട് അതിനെ നോക്കിയിട്ട് ദൈവം എന്ന് പറഞ്ഞു? എല്ലാം വളരെ കേമമായിരിക്കുന്നു. അങ്ങനെ പറയുന്ന ഒരു ദൈവത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോ ഏശയ്യാപ്രവചനം 45-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അതൊരു വലിയ വാക്യമുണ്ടോ? അതിപ്പോ എടുക്കുന്നില്ല. ത്രിയേകം പറയുമ്പോൾ നമുക്ക് എടുക്കാവുന്ന വായിക്കുന്നു. അതോടെ അടുത്ത വാക്യം. അവിടുന്നാണ് ദൈവം അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു വ്യർത്ഥമായിട്ടല്ല അധിവാസ യോഗ്യമായിട്ടാണ് അവിടുന്ന് അത് സൃഷ്ടിച്ചു. അപ്പൊ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ വ്യർത്ഥമായിട്ടല്ല, രൂപരഹിതമായിട്ടല്ല, അധിവാസ യോഗ്യമായിട്ടാണ് ദൈവം അതിനെ സൃഷ്ടിച്ചതെന്ന് ഇതാ യേശയ്യാ പ്രവചിക്കുന്നു. അല്ല, അപ്പോ ദൈവം രൂപരഹിതവും ശൂന്യവുമായിട്ടാണോ സൃഷ്ടിച്ചത്? അല്ല. അപ്പോ അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെന്ന് ഇപ്പൊ പറയും, ഇല്ലേ? അപ്പൊ എഴുതിയിരിക്കുന്നത് പലതും നമുക്ക് തെളിയിക്കാം. എഴുതിയിരിക്കുന്നത് പോലെ വായിച്ചാൽ ഇതിലും വലിയ മണ്ടത്തരങ്ങളൊക്കെ പറയും. മനസ്സിലായോ? അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ആ വായിക്കൊന്ന് വായിച്ചു നോക്കൂ. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല. അതല്ല, ഉൽപ്പത്തി 1:2. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആയിരുന്നു എന്നല്ല, ആയിത്തീർന്നു എന്നാണ് എഴുതേണ്ടത്. എന്താണ്? ഭൂമി രൂപരഹിതവും ശൂന്യവും ആയിത്തീർന്നു. എങ്ങനെ? അപ്പോ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു. പിന്നെ അത് എങ്ങനെ ആയിത്തീർന്നു? അപ്പോൾ ജലപ്രളയത്താൽ അത് എന്തായി തീർന്നു? രൂപരഹിതവും ശൂന്യവുമായി തീർന്നു. അതിനുശേഷമാണ് വായിക്കുന്നത് 1-ാം ദിവസം എന്ന് പറയുന്നു, ഭൂമിയെ, വെള്ളത്തെ ഒരു സ്ഥലത്തേക്ക് മാറ്റി ഭൂമിയെ മാറ്റി അങ്ങനെ വീണ്ടും ഭൂമിയെ എന്ത് ചെയ്തു? ദൈവം പുനഃസൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റില്ല, പുനർനിർമ്മിച്ചു. വീണ്ടും അതിനെന്ത് ചെയ്തു? പഴയ അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ നുണയായിരുന്നില്ലേ? സാജു പാസ്റ്റ് ആദ്യം നമ്മളോട് പറഞ്ഞ അതായത് പറഞ്ഞത് നുണയായിരുന്നില്ലേ? രണ്ടാമത് പറഞ്ഞത് നുണയല്ലേ? നുണ എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന് നിരക്കാത്ത കാര്യങ്ങളല്ലേ പറഞ്ഞത്? അപ്പൊ രണ്ടും നമ്മൾ പൊളിച്ചില്ലേ? അപ്പൊ ദൈവം എന്ത് ചെയ്തിട്ടില്ല? രൂപരഹിതവും ശൂന്യവുമായിട്ടല്ല സൃഷ്ടിച്ചത്, അധിവാസ യോഗ്യമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. അത് രൂപരഹിതവും ശൂന്യവും ആയിത്തീരുകയാണ് ചെയ്തത്. അല്ലെ? അപ്പോ ദൈവം അതായത് പാപിയെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്, ദൈവം പാപിയെ ന്യായം വിധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ? അപ്പൊ അതുകൊണ്ട് ദൈവം ആർക്കും പാപം ചെയ്യാൻ അധികാരം കൊടുത്തില്ല. 3. ഇനി സാജു പാസ്റ്റർ പറഞ്ഞ 3-ാമത്തെ കാര്യം, അതായത് ആദത്തെ ദൈവം അവിടെ ഏദൻ തോട്ടത്തിലാക്കി. ഈ ആദത്തോട് ആദം പഴം പറിച്ചു നിന്നും അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് ദൈവം എന്താണ് പറഞ്ഞത് ആദത്തോട്? അവരോട് തിന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം മരിക്കുമെന്നല്ലേ പറഞ്ഞത്? പാസ്റ്റർ നമ്മളോട് പറഞ്ഞെന്താ? അന്നേ ദിവസം മരിക്കുമെന്ന് പറഞ്ഞിട്ട് പറിച്ചു തിന്നിട്ട് അന്നേ ദിവസം മരിച്ചോ? സാത്താൻ എന്താണ് പറഞ്ഞത്? മരിക്കുകയില്ല, തിന്നുന്ന ദിവസം നിന്റെ കണ്ണു തെളിയും, നീ ദൈവത്തെ പോലെയാകും എന്നല്ലേ പറഞ്ഞത്? നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നീ ദൈവത്തെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് ഇത് വാക്യം. അല്ല? അപ്പൊ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞത് തിന്നുന്ന ദിവസം മരിക്കുമെന്നാണ്. സാത്താൻ പറഞ്ഞതോ നീ മരിക്കുകയില്ല, നിന്റെ കണ്ണു തെളിയും, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നീ ദൈവത്തെ പോലെയാകും. തിന്നുന്ന ദിവസം മരിക്കുമെന്ന് പറഞ്ഞിട്ട് ആദം തിന്നു, മരിച്ചോ? ആത്മീയമായ മരണമാണെന്നാണ് പാസ്റ്റർ നമ്മോട് പറഞ്ഞത്. ആത്മീയമായ മരണമാണെങ്കിൽ തിന്നുന്ന ദിവസമാണോ മരിക്കേണ്ടത്, അതെ തിന്നുന്ന നിമിഷമാണോ മരിക്കേണ്ടത്? ആത്മീയ മരണമാണെങ്കിൽ തിന്നുന്ന നിമിഷം എന്ത് ചെയ്യണം? മരിക്കണം. അല്ലെ? തിന്നുന്നതിന് മുമ്പേ മരിക്കണം. കാരണം എന്താ? തിന്നാനായിട്ട് പദ്ധതി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ മരിക്കണം. കണ്ടേ? അപ്പൊ തിന്നുന്ന ദിവസം എന്ന് പറഞ്ഞാൽ തിന്നുന്ന നിമിഷമാണോ? അപ്പോ ആ പറഞ്ഞത് ശരിയാണോ? അല്ല. അപ്പോ ആദം
പഴം പറിച്ചു തിന്നുന്ന ദിവസം മരിക്കുമെന്ന് പറഞ്ഞത് ആത്മീയ മരണമല്ല. അത് ശാരീരിക മരണമാണോ? ശാരീരിക മരണമാണെങ്കിൽ അന്ന് വൈകുന്നേരത്തോടുകൂടി മരിക്കണം. 930 വർഷക്കാലം ആദം ജീവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പറഞ്ഞതും എവിടെയോ തകരാറില്ലേ? ആ തകരാറുണ്ടെന്ന് പാസ്റ്ററിനോട് ചോദിച്ചുകൊള്ളട്ടെ. അപ്പൊ ഞാൻ അതിന് ഉത്തരം പറയാം. പിന്നെ സാത്താൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഇതേ അധ്യായത്തിൽ നിന്ന് 3:22 ഉൽപ്പത്തി പുസ്തകം 3:22 നിന്ന് ഞാൻ പറയുകയാണ്. സാത്താൻ പറഞ്ഞതാണോ ശരി, ദൈവം പറഞ്ഞതാണോ ശരിയെന്ന് ഞാൻ അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇപ്പൊ എന്താണ് ദൈവം പറഞ്ഞത്? മനുഷ്യനിതാ ഇത് തിന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യനിതാ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. നമ്മിൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മിലെന്ന് ബഹുവചനത്തിലാണ് പറഞ്ഞത്. അപ്പൊ ഈ സൃഷ്ടിച്ചത് ഒരു ദൈവമാണോ, 2 ദൈവമാണോ, 3 ദൈവമാണോ? 1 കൂടുതലുണ്ട്. അപ്പോൾ ഒരു ദൈവമേ ഉള്ളുവെങ്കിൽ എന്ത് പറയണം? മനുഷ്യനിതാ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് എന്നെ പോലെ ആയിരിക്കുന്നു എന്നാ പറയേണ്ടത്. ഇപ്പൊ എന്താ പറഞ്ഞത്? നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ആദം പഴം പറിച്ചു നിന്നപ്പോൾ സാത്താൻ പറഞ്ഞത് സത്യമല്ലേ? സാത്താൻ എന്താ പറഞ്ഞത്? ദൈവത്തെ പോലെ ആകുമെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ദൈവം എന്താ സാക്ഷ്യപ്പെടുത്തിയത്? നമ്മിൽ ഒരുവനെ പോലെ ആയി. ഇപ്പൊ എന്തായി? അവൻ ദൈവമായി എന്ന് പറഞ്ഞു. ഇപ്പൊ ആദം എന്തായി തീർന്നു? ദൈവമായി തീർന്നു എന്നാ പറഞ്ഞത് അല്ലേ? അപ്പൊ ഇതിന്റെ ഉത്തരം പാസ്റ്റർ എന്നോട് ചോദിച്ചോളൂ. അപ്പൊ പറഞ്ഞാൽ പോലെ ഇപ്പൊ പറയണ്ടല്ലോ. അപ്പൊ അതും ഒരു ദുരുപദേശം തന്നെയായിരുന്നു അല്ലെ? അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നീട് നമ്മൾ പറഞ്ഞത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കുമായി രക്ഷിക്കപ്പെടും. നമ്മളെന്താ പഠിപ്പിക്കുന്നത്? ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കുമായി രക്ഷിക്കപ്പെടും. ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ടാൽ എന്നേക്കുമായി ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ഒരാള് അവന്റെ രക്ഷ നഷ്ടപ്പെടുന്നു? ഒരു കാരണവശാലും അവന്റെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടോ? അതായത് എബ്രായ ലേഖനം 1-ാം അധ്യായം, അതിന്റെ എബ്രായ ലേഖനത്തിൽ നിന്ന് ചില 4-ാം അധ്യായം 3-ാം അധ്യായം 14 എന്നോട് വായിച്ചു. 12 എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെ വായിച്ചു. എബ്രായ ലേഖനം 4-ാം വാക്യത്തിൽ വായിച്ചിട്ട് രക്ഷ നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ ആദ്യം തന്നെ ഈ രക്ഷ എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്താണെന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലാക്കണം. നഷ്ടപ്പെടുമോ ഇല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് അതിനുശേഷമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ, അതായത് മരിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് മരിക്കുന്നതിന് മുമ്പ് എന്തറിയണം? സത്യം അറിയണം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അവൻ മരിക്കാമുള്ളൂ. മരിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല? അറിഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ധനവൻ മരിച്ച്, അതായത് പീഡന സ്ഥലത്ത് കിടന്നു. അവിടെ കിടന്നതിന് ശേഷം അവൻ ഒരു സത്യം പറഞ്ഞു. എന്താണ്? ഞാൻ ഈ കിടക്കുന്ന സ്ഥലം എന്റെ 5 സഹോദരന്മാരുണ്ട്, അവരും വന്നു ചേരാതിരിക്കാൻ അബ്രാഹത്തോട് പറഞ്ഞു ആ ലാസറെ ഒന്ന് പറഞ്ഞു വിടണം. അപ്പോൾ ഈ പറഞ്ഞ ധനവാൻ എന്ത് മനസ്സിലായി? ഞാൻ ഇപ്പോൾ കിടക്കുന്ന സ്ഥലത്ത് ഞാൻ വന്നത് എന്തറിയാതിരുന്നത് കൊണ്ടാണ്. എങ്ങനെയാണ് ഇവിടെ വരാതിരിക്കാനുള്ള പോംവഴി, അല്ലെങ്കിൽ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ന്യായവിധിയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുന്നതെന്ന സത്യം അവൻ അറിഞ്ഞില്ല. എപ്പോൾ അറിഞ്ഞു? ഇപ്പോൾ എവിടെ കിടന്നു പറഞ്ഞു? വല്ല കാര്യമുണ്ടോ? അപ്പോ അവൻ എപ്പോ അറിയണം? ജീവിച്ചിരിക്കുമ്പോൾ അവൻ അവിടെ ചെല്ലാതിരിക്കാനുള്ള കാര്യം അറിയണം അല്ലെ? അപ്പോ അവിടെ ചെല്ലാതിരിക്കാൻ വേണ്ടി അബ്രാഹം എന്ത് പറഞ്ഞു കൊടുത്തു? ഇവിടെ നിന്ന് ഒരാള് അങ്ങോട്ടോ അവിടെ നിന്ന് ഒരാളെ ഇങ്ങോട്ടോ വരാൻ സാധ്യമല്ല. അങ്ങനെ 2 സ്ഥലവും തമ്മിൽ ദൈവം എന്തായാലും ഒട്ടി അടച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ പറയുന്ന പീഡന സ്ഥലത്ത് കിടക്കുന്ന ധനവാന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. കാരണം എന്താ? ഒരിക്കൽ രക്ഷ നഷ്ടപ്പെട്ടാൽ
എന്നേക്കുമായി അത് നഷ്ടപ്പെട്ടു. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കുമായി അവൻ രക്ഷിക്കപ്പെട്ടു. അതൊരു വിവാദ വിഷയമാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കുമായി രക്ഷിക്കപ്പെടുമെന്നുള്ളത് ഒരു വലിയ കീറാമുട്ടി പ്രശ്നം തന്നെയാണ്. അത് നമുക്ക് പരിഹരിക്കേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ അവിടെ കിടന്നുകൊണ്ട് അബ്രാഹം എന്താണ് ധനവാനോട് പറഞ്ഞത്? നിനക്ക് അവിടെ ആരുണ്ട്? നിനക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്. അവർ പറയുന്നത് കേട്ടാൽ മതി. ഇവിടെ നിന്ന് ഒരാളെ പറഞ്ഞുവിടാം. മോശയും പ്രവാചകന്മാരും പറഞ്ഞത് കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ, ഈ ധനവാനോട് പറയുമ്പോൾ മോശയും പ്രവാചകന്മാരും മരിച്ചിട്ട് കാലം എത്രയായി? അപ്പൊ അവര് പറയുന്നത് കേൾക്കണമെങ്കിൽ അവർ മരിച്ചു പോയില്ലേ? അപ്പോൾ അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നീ എന്ത് ചെയ്താൽ മതി? അത് കേട്ടാൽ മതി. അപ്പൊ മോശയും പ്രവാചകന്മാരും എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഈ പറഞ്ഞ പീഡന സ്ഥലത്ത് വരാതിരിക്കാൻ എന്താണ് മോശയും പ്രവാചകന്മാരും എഴുതി വെച്ചിരിക്കുന്നത് എന്ന് അറിയണ്ടേ? അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് വിടൂലേ? അപ്പൊ അതറിയണം. അപ്പോൾ രക്ഷയ്ക്ക് ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട സത്യം ഒന്ന്, രക്ഷ റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നീതീകരണം വിശ്വാസത്തിലൂടെ എന്നാണ്. എങ്ങനെയാണ് നീതീകരിക്കുക എന്നുള്ളതിൽ എന്താണ് അർത്ഥം? രക്ഷപ്പെടുക അല്ല. ദൈവം നമ്മളെ നീതീകരിക്കണമെങ്കിൽ ഏത് വഴിയിലൂടെ നീതീകരിക്കുള്ളൂ? പ്രവൃത്തിയിലൂടെയല്ല. പിന്നെ എങ്ങനെയാണ്? വിശ്വാസത്തിലൂടെ അല്ല. അപ്പൊ നീതീകരണം വിശ്വാസത്തിലൂടെ എന്ന സത്യം അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വസിക്കണം. ആരിൽ വിശ്വസിക്കണം? രക്ഷകനിൽ വിശ്വസിക്കണം അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നോക്കിയേ. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ യഹൂദനെന്നോ വിജാതിയനെന്നോ യാതൊരു വ്യത്യാസമില്ല. സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. പാതിരി എന്നോ പട്ടക്കാരനെന്നോ പാസ്റ്റർ എന്നോ വ്യത്യാസമില്ല. ആർക്കും എങ്ങനെ കിട്ടും? ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ദൈവനീതി ലഭിക്കുന്നത്? ആരിലുള്ള വിശ്വാസം? യേശുക്രിസ്തുവിൽ എന്തിലുള്ള വിശ്വാസം മൂലം? യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിലുള്ള വിശ്വാസം മൂലം ഏതൊരു മനുഷ്യനും എവിടെ ചെല്ലാം? സ്വർഗത്തിൽ ചെല്ലാം. നരകത്തിൽ പോകാതിരിക്കാൻ അല്ലെങ്കിൽ പീഡന സ്ഥലത്തിൽ ചെന്ന് ചേരാതിരിക്കാനുള്ള ഏക പോംവഴി എന്താണ്? യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ചാൽ മാത്രം വഴി വേറെ യാതൊരു കർമ്മങ്ങളുടെയും ആവശ്യമില്ല എന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു അല്ലെ? അപ്പൊ നീതീകരണം വിശ്വാസത്തിലൂടെ എന്ന സത്യത്തെ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ അത് ചെയ്യണം എന്നല്ലേ അർത്ഥം. ഇനി ഹെബ്രായലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം അല്ലെങ്കിൽ അതിന്റെ കെട്ടിയിരുന്നു. അപ്പോ എങ്ങനെയാണ്? എന്താണ് രക്ഷ? എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷ? ക്രിസ്തുവിലൂടെ എന്ന് പറഞ്ഞാൽ രക്ഷ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിലുള്ള വിശ്വാസത്തിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. ഹെബ്രായ ലേഖനം കർത്താവ് പൗലോസാണെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്ന ഹെബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു. അപ്പൊ ഹെബ്രായ ലേഖന കർത്താവ് ആരാണ്? പൗലോസാണോ പത്രോസാണോ മറ്റാരെങ്കിലും ആണോ എന്ന് വിവാദം നടക്കുകയാണ്. നമ്മൾ പറയുന്നു ഹെബ്രായ ലേഖനം എഴുതിയത് പരിശുദ്ധാത്മാവാണെന്ന്. ഈ ലേഖന കർത്താവ് തന്നെ പറഞ്ഞു. ഹെബ്രായ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ എന്നല്ലേ എഴുതിയത്? അപ്പൊ ആരാ ഈ പുസ്തകം എഴുതിയത്? ഹെബ്രായ ലേഖനം എഴുതിയത് ഈ പരിശുദ്ധാത്മാവ് പറയാണ്. ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുകയാണ് രക്ഷ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അല്ലെ? അപ്പോൾ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് എന്ത് മനസ്സിലാക്കിയിരിക്കണം? രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമെന്ന സത്യം മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വേണം മരിക്കാൻ എന്നുള്ളത്. 3-ാമത്തെ കാര്യം, ഈ രക്ഷ നിത്യരക്ഷയാണ്. ഒരിക്കലും നഷ്ടപ്പെടാനോ നഷ്ടപ്പെടുത്താനോ സാധിക്കാത്ത ഒരു രക്ഷയാണ് എന്ന സത്യം അറിഞ്ഞിട്ട് വേണം മരിക്കാൻ. അങ്ങനെയുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഉള്ളൂ. അപ്പോ ഹെബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഈ ഹെബ്രായ ലേഖനത്തിൽ ഈ പറയുന്ന ഹെബ്രായ ലേഖനം 3-ാം അധ്യായം എടുത്തു പാസ്റ്റർ പറഞ്ഞു. അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യം പറഞ്ഞു. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം എടുത്തു പറഞ്ഞു. അതായത് രക്ഷ നഷ്ടപ്പെടുമെന്നുള്ള കാര്യം പറഞ്ഞു. എന്നാൽ ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാൽ അത് മനസ്സിലാക്കിയാൽ
ഈ പറയുന്ന പിന്നീട് എന്ന് പറയില്ല. ഈ ഹെബ്രായ ലേഖനത്തിൽ തന്നെ 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ രക്ഷ നഷ്ടപ്പെടുമെന്ന് ഈ പാസ്റ്റർ പറയില്ല. ഈ പറയുന്ന ആളുകളെല്ലാം എടുക്കുന്ന ഒരു വാക്യമാണ് രക്ഷ നഷ്ടപ്പെടുമെന്നുള്ളത്. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം എന്ന് പറഞ്ഞാൽ ഈ പാസ്റ്ററും ഒരു UK ലോറൻസ് എന്ന് പറയുന്ന ഒരു സഹോദരനും ഇരുന്ന് വാദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൊല്ലത്തുള്ള ഷബീർ എന്ന് പറയുന്ന ആളും ഈ വാക്യങ്ങളെല്ലാം എടുത്ത് ഈ പാസ്റ്ററിലേക്ക് ഇട്ട് തന്നിരിക്കുന്ന വീഡിയോയിലൂടെയാണ് ഞാൻ ഇത് പറയുന്നത്. ഈ പാസ്റ്റർമാരെല്ലാം വിളിച്ചു പറയുന്നത് ഈ ഹെബ്രായ ലേഖനത്തിൽ നിന്ന് 6-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും, ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ അതിന്റെ 26 മുതലുള്ള വാക്യങ്ങളും, ഹെബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും, ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യവും, ഇതുപോലെ ഹെബ്രായ ലേഖനത്തിൽ നിന്ന് അനേകം വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് രക്ഷ നഷ്ടപ്പെടുമെന്നുള്ള ദുരുപദേശം ഈ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹെബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിച്ച് തലയ്ക്കകത്ത് കയറുമെങ്കിൽ ഈ ദുരുപദേശം പറയുകയില്ല. അപ്പൊ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആ വാക്യത്തിന്റെ 1 മുതൽ വായിക്കേണ്ടതാണ്. നമുക്ക് സമയം ലിമിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ പറയാൻ അവൻ ആരുടെ തേജസ്സും എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും. അവിടുത്തെ മഹത്വത്തിന്റെ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. സെയിമാണെന്നല്ലേ പറഞ്ഞ? ഒരേ സത്തയാണെന്ന് പറഞ്ഞേ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാൽ അവിടെ അത് തന്നെ കാണാം. ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തു അല്ലെ? കൊലോസ്യലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വായിച്ചാൽ അത് തന്നെ കാണാം. അപ്പൊ അത് നമുക്ക് സ്ത്രീത്വം എടുക്കുമ്പോൾ, സ്ത്രീയേകം എടുക്കുമ്പോൾ നമുക്ക് വായിക്കാവുന്ന വാക്യം. അതപ്പോ അതുകൊണ്ട് നമ്മൾ മാറ്റിവെക്കാണ്. അപ്പൊ 1:3 തന്നെ വായിക്കാം. മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അപ്പോൾ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടാണ് പോയത്? എന്നേക്കുമായി ശുദ്ധീകരിച്ചോ, താൽക്കാലികമായി ശുദ്ധീകരിച്ചോ, നിത്യമായി ശുദ്ധീകരിച്ചോ? പാപങ്ങളിൽ നിന്ന് എന്നേക്കുമായി നമ്മളെ ശുദ്ധീകരിച്ചതിന് ശേഷം യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കും. പിതാവായ ദൈവത്തിന്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കണമെങ്കിൽ സ്വർഗത്തിൽ ദൈവമുണ്ട് എന്നുള്ള ഇല്ല. അതൊക്കെ ഏകദൈവം വരുമ്പോൾ എടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ പാപത്തിൽ നിന്ന് എന്നേക്കുമായി നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലതുവശത്ത് സ്വർഗ്ഗാരോഹണം ചെയ്തിരിക്കുന്നു അല്ലെ? അപ്പൊ സ്വർഗത്തിലിരിക്കുന്ന യേശുക്രിസ്തു സ്വർഗത്തിൽ എത്തുന്നതിന് മുമ്പ് ക്രൂശിൽ കിടന്ന് മരിച്ചപ്പോൾ ഒരു വാക്യം ഉദ്ധരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ എല്ലാം താൽക്കാലികമായി ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം പാസ്റ്റർമാരും പട്ടക്കാരും ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് രക്ഷയ്ക്ക് ആവശ്യമുള്ള ഈ എല്ലാം നിറപടിയായി ഞാൻ പൂർത്തിയാക്കിയിട്ടാണ് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് എന്നല്ലേ പറഞ്ഞത്? എന്തെങ്കിലും ബാക്കി വെച്ചോ? രക്ഷയ്ക്കുള്ള എന്തെങ്കിലും കാര്യം ബാക്കി വെച്ചിട്ടാണ് പോയത്? അപ്പോൾ ബാക്കി വെച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ പുരോഹിതന്മാരും പാസ്റ്റർമാരും. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി അത് വേണം, ഇത് വേണം, മറ്റത് വേണം എന്ന് പറയുന്നവർ യേശുക്രിസ്തുവിന്റെ രക്ഷ പൂർണ്ണമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അവൻ നിത്യമായി നമ്മളെ രക്ഷിച്ചു എട്ടാണ് സ്വർഗത്തിലേക്ക് പോയത്. അപ്പൊ യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് അവസാനമായി പറഞ്ഞ വാക്യം എന്താണ്? എല്ലാം പൂർത്തിയായി. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമായ സകലതും ഒന്നുപോലും കുറയാതെ നിത്യമായും ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്ത് വിശ്വസിച്ചാൽ മതി? അത് വിശ്വസിച്ചാൽ മതി. നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ ഹെബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിയും. അപ്പോ യേശുക്രിസ്തു പറയാണ്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിയും അല്ലെ? പൂർണ്ണമായി രക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അപൂർണമായി രക്ഷിക്കാൻ കഴിയുമെന്നാണോ അതിന്റെ അർത്ഥം? അപൂർണമായി രക്ഷിക്കാൻ ആണ് ചെയ്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി ഫില്ല് ചെയ്യേണ്ടിയിരുന്നു ഇല്ലേ? അപ്പൊ ദൈവം പൂർത്തിയാക്കാതെ പോയ രക്ഷ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ സ്നാനപ്പെടണം അല്ലെ? പിന്നെ കർത്തൃമേശ എടുക്കണം, പിന്നെ സാപത്തനുഷ്ഠിക്കണം,
പിന്നെ അങ്ങനെ അങ്ങനെ പലതും ചെയ്യേണ്ടി വരുമായിരുന്നു. വിയാസാക്കര കൊന്ത നക്ഷത്രം ഒക്കെ നമ്മൾ ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ രക്ഷ പൂർത്തിയാക്കാൻ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? ഈ പരിശുദ്ധാത്മാവ് എബ്രായലേഖനം ആരെഴുതിയെന്ന് പറഞ്ഞ പരിശുദ്ധ. ഈ പരിശുദ്ധാത്മാവ് എന്താണ് എബ്രായലേഖനം 7:25 പറഞ്ഞത്? തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി രക്ഷിക്കാൻ, നിത്യമായി രക്ഷിക്കാൻ ആവശ്യമായതെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ? അപ്പോൾ ഇനി രക്ഷയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോൾ രക്ഷയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ദൈവത്തിന്റെ ഈ രക്ഷയെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ അവഗണിക്കുന്നു, വിശ്വസിക്കുന്നില്ല. ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയാത്തവനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ അവൻ രക്ഷിക്കപ്പെട്ടവനാണോ? അല്ല. എബ്രായലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. പരിപൂർണനാക്കപ്പെട്ടത് വഴി എങ്ങനെ പരിപൂർണനാക്കപ്പെട്ടത് വഴി? രക്ഷ പരിപൂർണമായി നിവർത്തിക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അനുസരിക്കാത്തവൻ ജീവൻ നശിക്കുകയില്ല, ദൈവകോപം അവന്റെ മേലുണ്ട്. അപ്പൊ പുത്രനെ അനുസരിക്കുന്നവന് അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ എന്താണ്? പരിപൂർണനാക്കപ്പെട്ടു. ക്രിസ്തു പുത്രനിൽ വിശ്വസിക്കുന്നവരെ പരിപൂർണമായി രക്ഷിക്കുന്നതിന് വേണ്ടി യേശു ക്രിസ്തു എന്ത് ചെയ്തു? നിത്യരക്ഷയുടെ എന്ന് പറഞ്ഞാൽ എന്താണ്? താൽക്കാലിക രക്ഷയാണോ നിത്യരക്ഷയാണോ? അപ്പൊ താൽക്കാലിക രക്ഷയല്ലല്ലോ, ഇറ്റേണല് ടെമ്പററി ആണോ? അപ്പൊ ഈ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. അപ്പൊ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവന് ദൈവം നശിപ്പിക്കും. അതാരാ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നത് ആരാ? അപ്പോ നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് ഈ ദൈവത്തിന്റെ ആലയം? സഭ. മനസ്സിലായോ? ഇവിടെ ആദ്യം പറഞ്ഞത് ദൈവം ആരിൽ വസിക്കുന്നു പറഞ്ഞു? 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കും നിങ്ങൾ. അതായത് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്ന് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞില്ല, ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. രണ്ടാമത് പറഞ്ഞ ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞ സഭയാണ്, നിങ്ങളല്ല. മനസ്സിലായോ? നിങ്ങൾ കൂടിയ ആ സമൂഹത്തെയാണ് സഭ എന്നത്. ആ സഭയെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് പറഞ്ഞ അതിന്റെ തെളിവ്, അതായത് പൗലോസ് സഭയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അപ്പസ്തോല പ്രവർത്തനം 26-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 9-ാമത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ അപ്പസ്തോല പ്രവർത്തനം 22-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അധികാരം, അതായത് പുരോഹിത പ്രമുഖന്മാരിൽ അധികാരപത്രവുമായി പോയപ്പോൾ ദൈവം അവനെ തട്ടി താഴെയിടുകയും അവൻ എന്ത് ചോദിച്ചു? കർത്താവേ, അങ്ങ് ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? നീ പീഡിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ആണോ പീഡിപ്പിച്ചത്? സഭയല്ലേ പീഡിപ്പിച്ചത്? ആ സഭയെ പീഡിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? എന്നെയാണ് പീഡിപ്പിച്ചതെന്നല്ലേ പറഞ്ഞത്. അപ്പൊ സഭയെ പീഡിപ്പിച്ച പൗലോസോട് പിന്നെ പറഞ്ഞതെന്ന് പറയാമോ? ഇരുമ്പാണിയിൽ തൊഴിക്കുന്നത് നിനക്ക് നന്നല്ല എന്നല്ലേ പറഞ്ഞേ. ഇത്രയും നാൾ നീ പീഡിപ്പിച്ചു, ഞാൻ എന്ത് ചെയ്തില്ല? അനങ്ങിയില്ല. ഇനി നീ പീഡിപ്പിച്ചാൽ അത് ഇരുമ്പാണിയിൽ തൊഴിക്കുന്നതിന് തുല്യമാണ്. ഞാൻ കൈകെട്ടിയിരിക്കുകയില്ല, പണി ഞാൻ തരുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ സഭയെ പീഡിപ്പിക്കുന്നവനെ ഞാൻ വെറുതെ വിടുകയില്ല എന്നാ പറഞ്ഞത്. ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞാൽ ഏതാ? സഭ. സഭയെ പീഡിപ്പിച്ചാൽ ദൈവം കൈ കെട്ടി നോക്കിയിരിക്കില്ല എന്നാ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ സഭ എന്ന് പറയുന്നത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 47-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. അപ്പസ്തോല പ്രവർത്തനം 2:47 രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അനുദിനം പ്രതിദിനം ചേർത്തു. അപ്പൊ രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അനുദിനം അവരുടെ ഗണത്തോട് ചേർക്കും.
അപ്പോ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നവര്? അപ്പോൾ പറയും, അതായത് പത്രോസ് എന്താ പറഞ്ഞത്? 38-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള പശ്ചാത്തപിക്കും മോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന അപ്പോ സ്നാനം സ്വീകരിച്ച് അല്ലെ, സ്നാനം സ്വീകരിച്ച് ഉള്ള രക്ഷിക്കപ്പെട്ട ആളുകളുടെ കൂട്ടമാണ് സഭ അല്ലെ പറയുന്നത്. അത് നമ്മുടെ ഭാഷയല്ല, അത് നമ്മുടെ ഉപദേശവുമല്ല. അപ്പൊ അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമല്ല. അപ്പൊ അപ്പസ്തോലപ്രവർത്തനം 2:38 ഒന്നൂരി വാക്യം വായിച്ചെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം അല്ല. അപ്പോൾ എന്ത് കിട്ടും? അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ദാനം കിട്ടും എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ദാനം എങ്ങനെയാ കിട്ടുന്നത്? ദാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെള്ളത്തിൽ മുങ്ങുമ്പോ കിട്ടുന്ന സാധനമാണ് ദാനമെങ്കിൽ അതിന്റെ പേര് എന്തല്ല? ദാനമെന്നല്ല എന്നാണ് നമ്മൾ, അതായത് റോമലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ റോമലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഈ 2 വാക്യം വായിച്ചു നോക്കിയോളൂ. കൃപയാലാണെങ്കിൽ പ്രവൃത്തിയിൽ അധിഷ്ഠിതമല്ല, കൃപയാലല്ലെങ്കിൽ. അപ്പൊ കൃപയാണെങ്കിൽ, ദാനമാണെങ്കിൽ അത് എന്ത് പാടില്ല? പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് എന്തല്ല? അപ്പൊ വെള്ളത്തിൽ മുങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തല്ല? അപ്പൊ പെന്തക്കോസ്തുകാർക്ക് കത്തോലിക്കർക്കൊക്കെ എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് കിട്ടുന്നത്? മുങ്ങുമ്പോ കിട്ടുന്ന സാധനമാണ് അല്ല. മുങ്ങിപ്പൊങ്ങിയാൽ കിട്ടുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദാനം എന്നാണ് പറയുന്നത് അല്ല. നമ്മൾ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഇപ്പൊ അപ്പസ്തോലപ്രവർത്തനം 2:47 രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അനുദിനം അവരുടെ കിടത്തോട് ചേർത്തു. എങ്ങനെ രക്ഷ പ്രാപിക്കുന്നവർ? വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അനുദിനം അവരുടെ കിടത്തോട് ചേർത്തു. മുങ്ങി രക്ഷ പ്രാപിക്കുന്നവരെയല്ല കർത്താവ് അനുദിനം അവരുടെ സഭയോട് ചേർത്തത്. ഇനി മുങ്ങി രക്ഷ പ്രാപിച്ചവരെയാണ് ചേർത്തതെന്ന് വാദിക്കണമെങ്കിൽ ഞാൻ ഇതേ അധ്യായം ഇതിൽ നിന്ന് ഞാൻ വാദിച്ചു തരാം. അതിന് 40-ാമത്തെ വാക്യം വായിച്ചാൽ മതി. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകി. എന്ത് സാക്ഷ്യം നൽകി? അടുത്ത വാക്യം അതിന് ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുമെന്ന്. ഏതാണ് ഈ ദുഷിച്ച തലമുറ? രക്ഷയ്ക്ക് എന്ത് വേണമെന്ന് പറയുന്നവർ? പ്രവൃത്തി വേണമെന്ന് പറയുന്ന ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കും അല്ലെ. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ദുഷിച്ച തലമുറ എന്ന് പറയുന്നത് യേശുവിനെ ക്രൂശിച്ചവരാണ് അല്ല. യേശുവിനെ ക്രൂശിച്ച ആളുകളെയാണ് ഇവിടെ പത്രോസ് ഹിന്റ് ചെയ്യുന്നത് ദുഷിച്ച തലമുറ എന്ന് അല്ലെ. അപ്പോ യേശു ക്രിസ്തുവിനെ അവർ എന്ത് ചെയ്തു? 2:36 പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവ് ക്രിസ്തുമായി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവനും അറിയട്ടെ. നിങ്ങൾ ക്രൂശിച്ച, അപ്പോ ആ ക്രൂശിച്ച അന്നാസും കയ്യപ്പാസും കൂടി ചേർന്ന് ക്രൂശിച്ച കർത്താവിനെ 14:23 യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും അല്ല. അപ്പോ അവനിൽ വാസമർപ്പിക്കുമെന്ന് ആരൊക്കെ വന്നോഷിക്കും? ഞങ്ങൾ. ഒരാളാണോ? ആ മൂവരും വന്ന് എവിടെ വാസമർപ്പിക്കും? വിശ്വസിക്കുന്നത്. ഈ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയല്ലേ ഈ സഭ. അപ്പൊ നമ്മളിൽ ദൈവം ഉണ്ടെങ്കിൽ സഭയിൽ ആരുണ്ട്? ഈ സഭ എന്ന് പറയുന്നത് നോക്കാം. സഭ എന്ന് പറയുന്നത് എഫേസ്യസ് ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-16 വായിക്കുന്ന 5:23 1-ാം അധ്യായത്തിന്റെ, അതായത് സഭ ക്രിസ്തുവിന്റെ, സഭ അവന്റെ ശരീരമാണ്. സഭ അവന്റെ. അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ ആരുടെ ശരീരമാണ്? ശരീരമാണ്. അതിന്റെ തല ആരാണ്? ആ വായിക്കുന്ന ഒരു മന്ദിരം എന്ന് പറഞ്ഞാൽ ഒരാളാണോ? ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരാളാണോ? നിങ്ങൾ പറ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് പറഞ്ഞാൽ, മന്ദിരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വീട്. ഒരാളായ ഒരു വീടുണ്ടാവോ? അപ്പൊ കുറെ ആളുകൾ കൂടി താമസിക്കുന്ന അതിനല്ലേ ഒരു മന്ദിരം എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ബഹുവചനമല്ലേ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് പറഞ്ഞാൽ ഒരാളാണോ? സഭ
സഭ അവന്റെ ശരീരമാണ്, അല്ലെ? അപ്പൊ ക്രിസ്തു ഇപ്പൊ എവിടെയാണ്? സഭയിലല്ലേ? സഭ അവന്റെ എന്താണ്? ശരീരമാണ്. അപ്പൊ സഭ എങ്ങനെ ആദ്യം നശിപ്പിച്ചെന്നുള്ളത്, സഭയല്ല, സഭയെ നശിപ്പിച്ചവരെ എങ്ങനെ നശിപ്പിച്ചു എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. പ്രവചനങ്ങളിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുവേ, സഹോദരന്മാരെ നിങ്ങൾ അറിഞ്ഞുകൊള്ളു, നിങ്ങൾക്ക് പാപവചനം പ്രഘോഷിക്കപ്പെട്ടത് ഇവൻ വഴിയത്രേ. മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങളുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ്, വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവൻ നീതീകരണം ലഭിക്കും. വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി, ആര് വഴി? യേശു ക്രിസ്തു വഴി നീതീകരണം ലഭിക്കില്ല. മോശയുടെ നിയമം കൊണ്ട് എന്ത് കിട്ടൂല? അതുകൊണ്ട് അടുത്ത വാക്യമാണ് നമ്മുടെ. അതുകൊണ്ട് പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ അല്ല ഇപ്പൊ സംഭവിക്കുമെന്നാണ് പറഞ്ഞത്. സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. അടുത്ത വാക്യം, നിന്ദകരെ കാണുവിൻ, ആശ്ചര്യപ്പെടുവേൻ, അപ്രത്യക്ഷരാകുവേൻ. നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാനൊരു പ്രവൃത്തി ചെയ്യും, ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുകയില്ല. അങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ. പത്താം വാക്യം എന്താ പറഞ്ഞത്? യേശു ക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നിങ്ങൾ എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. താൽക്കാലികമായിട്ടല്ല, നിത്യമായി നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, നിത്യമായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഒരു പാപം ചെയ്യുമ്പോൾ കർത്താവ് പറയുകയാണ്, അയ്യോ അത് ഞാൻ ക്യാൻസൽ ചെയ്തു, എന്നേക്കുമല്ല താൽക്കാലികമായിട്ടാണ് നിങ്ങളെ ഞാൻ നരകത്തിലേക്ക് വിടുന്നത് എന്ന് കർത്താവ് പറയുന്നു. ഇനി അടുത്ത വാക്യം, അല്ല അത് 14 വരെ പോയിട്ട് നമുക്ക് ചോദിക്കാം. 14 വരെ നമുക്ക് പോയി നോക്കാം. അടുത്ത വാക്യം. ഈ അടുത്ത വാക്യം എന്ന് പറയുമ്പോൾ അടുത്ത വാക്യത്തിന്റെ വ്യാഖ്യാനം തരണമെങ്കിൽ ഞാൻ 1 മുതൽ എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ വിടാം. അടുത്ത വാക്യം അപ്പൊ വ്യാഖ്യാനിക്കേണ്ട അത് വിട്ടാണ്. നിങ്ങൾ അനുവദിച്ചാൽ സമയം തന്നാൽ ഞാൻ അത് 14 വരെ വാക്യാനുവാക്യം വാക്കുകളർത്ഥം ഞാൻ വ്യാഖ്യാനിക്കാം. അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി സമർപ്പണം വഴി ദൈവത്തിന്റെ വലതുഭാഗത്ത് 12 വായിച്ചത്. അപ്പോ യേശു ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടിയുള്ള എന്നേക്കുമുള്ള എന്ന് പറഞ്ഞാൽ നിത്യമായ പൂർണ്ണമായ ഒരു ബലി സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിതാവിന്റെ വലതുവശത്ത് ഉപേക്ഷനായി എന്നല്ലേ പറഞ്ഞേ? അതല്ലേ എബ്രായ 1:3 നമ്മൾ നേരത്തെ വായിച്ചു ഇല്ലേ? ഇനി അടുത്ത വാക്യം 14 വാക്യമാണ്. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി വിശുദ്ധീകരിക്കപ്പെട്ടവരെ. ആരാ? എല്ലാവരെയും അല്ല. ആരാണ് വിശുദ്ധീകരിക്കപ്പെട്ടവർ? യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണരാക്കി എന്നാണോ പറഞ്ഞത്? പരിപൂർണരാക്കി. പൂർണ്ണരാക്കി എന്ന് പറഞ്ഞെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? നഷ്ടപ്പെടുത്താമെന്ന് പറയുന്നു. പരിപൂർണരാക്കി എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം അവിടെ എന്നേക്കുമായി ഒരു വാക്കുണ്ടോ? ഞാൻ കെട്ടിച്ചമച്ചതാണോ? അല്ല. അപ്പൊ എന്നേക്കുമായി പരിപൂർണരാക്കി എന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷ നഷ്ടപ്പെടുമെന്നാണ് അതിന്റെ അർത്ഥം? നഷ്ടപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അർത്ഥം? ആണോ? ഇനി അടുത്ത വാക്യം വായിക്കുകയാണ്. ഇനി നമുക്ക് ഷോർട്ട് ചെയ്യാമെങ്കിൽ അതിന്റെ 17, 18 വായിച്ചാൽ മതി. അവിടുന്ന് തുടരുന്നു. എന്നിട്ട് പറയും എന്നേക്കുമായി പരിപൂർണരാക്കപ്പെട്ടവരുടെ അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഒരു കാരണവശാലും ഓർക്കുകയില്ല. ഒരു കാരണവശാലും ഓർക്കുകയില്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് പറയാണ്, എടാ ഇന്ന പാവങ്ങളൊക്കെ നീ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് പറയുമോ? കർത്താവിന്റെ അപ്പൊ മെമ്മറി കട്ടായി ഇല്ലേ? എവിടെ വെച്ച്? യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ ഒരുവൻ വിശ്വസിച്ചാൽ അവൻ എന്നേക്കുമായി നീതീകരിക്കപ്പെട്ടു. അവന്റെ പാപങ്ങൾ ഇനി ദൈവം ഒരു കാരണവശാലും ഓർക്കുക പോലുമില്ല എന്ന് പറഞ്ഞു. ആരുടെ പാപം ഓർക്കാത്ത കാര്യം പറഞ്ഞത്? അപ്പോൾ കണ്ടോ? അപ്പോ ഇവിടെ എല്ലാവരുടെയും പാപം ഓർക്കൂല എന്ന് ദൈവം പറഞ്ഞോ? എല്ലാവർക്കും നിത്യരക്ഷ കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞോ? ആർക്കാണ് കൊടുക്കാമെന്ന് പറഞ്ഞത്? അപ്പൊ പാവം ഓർക്കാതെ എങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ന്യായം വിധിക്കണമെങ്കിൽ ഒരു പാവം ഓർക്കണ്ടേ? ദൈവത്തിന് ഓർമ്മയുണ്ടോ?
അപ്പോ ആ വാക്യം ഒന്നൊരു വായിച്ചു, അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അപ്പോൾ അവിടെ ചെല്ലുമ്പോ ഒരു കാരണവശാലും ഞാൻ ഓർക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം നമ്മളെ ഇവിടെ വെച്ച് എന്തായാലും പരിപൂർണരായി എന്ത് ചെയ്തു, രക്ഷിക്കപ്പെട്ടു എന്നല്ലേ അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഞാൻ അവിടെ വരുമ്പോൾ നിന്നെ ഞാൻ കണ്ടോളാം എന്നല്ലേ പറയട്ടെ. ആ റോമ 8:12 പറയുന്നത് ഇതേ വാക്യം തന്നെ. അതുകൊണ്ട് അവരുടെ പാപങ്ങൾ ഒരിക്കലും ഓർമ്മിക്കയില്ലെന്ന് 8:12 പറയുന്നു. 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ ഓർക്കുകയില്ല എന്ന് പറയുന്നു. പാപമോചനമുള്ളിടത്ത് അപ്പോൾ പാപമോചനമുള്ളിടത്ത് ഇനി ഒരു പാപപരിഹാര ബലി ആവശ്യമുണ്ടോ? ഇനി ഒരു പാപപരിഹാര ബലി ആവശ്യമുണ്ടെങ്കിൽ എന്ത് കിട്ടിയിട്ടില്ല? രക്ഷ കിട്ടിയിട്ടില്ല. നമ്മൾ വീണ്ടും പാപം ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു പാപപരിഹാര ബലി വേണ്ടേ? ഓർക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിങ്ങളുടെ പാപങ്ങൾ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവന്റെ പാപങ്ങൾ ദൈവം ഒരു കാരണവശാലും ഓർക്കുന്നില്ലെങ്കിൽ മറ്റവരുടെ പാപം ഒരു കാരണവശാലും മറക്കുകയില്ല എന്ന സത്യം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കണ്ടോ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എഫെസ്യർ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയിൽ നമുക്കുണ്ട്. അവനിലുള്ള വിശ്വാസം മൂലം, ആരിലുള്ള വിശ്വാസം മൂലം? യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുന്നവന്, അല്ലെ? അവനിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുന്നവന്റെ അവനുള്ള ആത്മധൈര്യവും. എന്താത്മധൈര്യവും? ഇനി ഒരു കാരണവശാലും എന്നെ ദൈവം ന്യായം വിധിക്കുകയില്ല എന്ന ആത്മധൈര്യം. അവനിലുള്ള യേശുക്രിസ്തുവിന്റെ പാപപരിഹാരത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ഇനി ഒരു കാരണവശാലും ദൈവം എന്ത് ചെയ്യില്ല? ന്യായം വിധിക്കുകയില്ലെന്ന ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്നാൽ പ്രത്യാശയും നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷ നഷ്ടപ്പെടുകയില്ലെന്ന പ്രത്യാശയും നമുക്കുണ്ട് എന്നല്ല പറഞ്ഞാൽ. അപ്പൊ യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന നമുക്ക് നമ്മുടെ രക്ഷ ഒരു കാരണവശാലും നഷ്ടപ്പെടുകയില്ലെന്നും നമ്മൾ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരുമെന്ന പ്രത്യാശയും നമുക്കുണ്ടെന്ന് എഫെസ്യർ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു. നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുമോ? നിങ്ങൾക്ക് ഇനി ന്യായവിധി ഉണ്ടോ? നിങ്ങൾ എത്ര പാപം ചെയ്താലും ഇനി നിങ്ങളെ ദൈവം ന്യായം വിധിക്കുമോ? നിങ്ങൾ ശിക്ഷാവിധി ഉണ്ട്, ന്യായവിധിയില്ല. കണ്ടോ? ഇനി നിങ്ങൾ ഹെബ്രായ ലേഖനത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ അതിന്റെ 26-ാമത്തെ വാക്യം അതായത് രക്ഷ നഷ്ടപ്പെടുമെന്ന് ഈ പറയുന്ന പാസ്റ്റർ അവിടെ ഇരുന്ന് സംസാരിച്ചു. സോറി സംസാരിച്ചല്ലോ, വാക്ക് പോയതല്ലോ. ആ പാസ്റ്റർ അവിടെ ഇരുന്ന് അപ്പൊ അതിനെയൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം നാം പാപം ചെയ്യുന്നവേ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുവാൻ മനഃപൂർവ്വം പാപം ചെയ്ത പണിവാളിയില്ലേ? അതിനകത്ത് അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അപ്പോ സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം എന്താണ് സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ്? എന്താണ് ഈ സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചു എന്ന് പറയുന്നത്? സത്യത്തെ സംബന്ധിച്ച് ഈ 10:26 രക്ഷ നഷ്ടപ്പെടുമെന്ന് വ്യാഖ്യാനിക്കുന്നവരോട് ചോദിക്കുകയാണ്. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നുവെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഒരു ക്രിസ്തു ലോകത്തിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞു, അല്ല? അപ്പോ സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം പിന്നെയും എന്ത് പാപം ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്? കള്ളു കുടിക്കുന്ന കാര്യമാണോ? വ്യഭിചാരം ചെയ്യുന്ന കാര്യമാണോ? മോഷ്ടിക്കുന്ന കാര്യമാണോ? അപ്പോ ഹെബ്രായ ലേഖനം 10:26 മനസ്സിലാക്കാതെ അത് രക്ഷ നഷ്ടപ്പെടുമെന്ന് എടുത്ത് വിളമ്പുന്ന ആളുകളുടെ ബുദ്ധി ദൈവത്തിൽ നിന്ന് വന്നതാണോ അത് മറ്റെവിടെ നിന്നെങ്കിലും വന്നതാണോ? അപ്പോ സത്യത്തെ സംബന്ധിച്ച് എന്താണ് സത്യം എന്ന് ഞാൻ പറയും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ രക്ഷ ക്രിസ്തുവിലൂടെ എന്താണ് സത്യം? രക്ഷ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ലഭിക്കുന്നതാണ് എന്നതാണ് സത്യം.
അല്ല? അപ്പൊ രക്ഷ എവിടെ നിന്നാണ് വരുന്നത്? വിശ്വാസത്തിലൂടെ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ ഹെഡിങ് നോക്കിയാൽ മതി. രക്ഷ ക്രിസ്തുവിലൂടെ. അപ്പോൾ രക്ഷ ക്രിസ്തുവിലൂടെ എന്ന സത്യം നിങ്ങൾ ഗ്രഹിച്ചതിന് ശേഷം, അല്ലെങ്കിൽ റോമലേഖനം 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നീതീകരണം വിശ്വാസത്തിലൂടെ എന്ന സത്യം നിങ്ങൾ അറിഞ്ഞതിന് ശേഷം, അത് വിശ്വസിക്കാതെ നിങ്ങൾ രക്ഷയ്ക്ക് ഉദാശ വേണം, സ്നാനം വേണം, സാവത്ത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം എന്ന് പറയുമെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധ്യമല്ല എന്നാണ് അർത്ഥം. വായിച്ചു നോക്കൂ. നീ ആ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 10:26 വായിച്ചു നോക്കിയേ. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവെന്താണ്? ക്രിസ്തുവിലൂടെ, നീതീകരണം വിശ്വാസത്തിലൂടെ. പിന്നെ എന്താണ്? ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെടുമെന്ന സത്യം നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞില്ലേ? ആ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇനിയും രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അവനെ പിന്നെ കാത്തിരിക്കുന്നത് എന്താണ്? പിന്നെ നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി എന്ത് പ്രവൃത്തി ചെയ്യുന്നത്? ഉദാശകർമ്മങ്ങൾ അല്ലെ? അങ്ങനെ അനുഷ്ഠിക്കുന്നുവെങ്കിൽ അതിൽ സ്നാനം ഉൾപ്പെടും സഹോദരന്മാരെ. മനസ്സിലായോ? ഇനി പറയും സ്നാനം എന്തിനു വേണ്ടിയിട്ടല്ല, രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന് വാദിക്കും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? രക്ഷിക്കപ്പെട്ടവൻ ചെയ്യേണ്ട കൽപ്പനയാണ് എന്ന് വാദിക്കും. അതൊക്കെ കൊണ്ടുവരട്ടെ. അപ്പൊ ഇപ്പൊ സ്നാനമല്ലല്ലോ ഇവിടെ വിഷയം, അതുകൊണ്ട് അത് വിട്ടുകളയാം. അപ്പോൾ ഈ വാക്യം ഒന്നുകൂടി നിങ്ങൾ വായിക്കും. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. അപ്പോൾ സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം നമ്മൾ ആരെങ്കിലും ഇനി രക്ഷയ്ക്ക് വേണ്ടി വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പോകുമോ? അങ്ങനെ ആരെങ്കിലും പോകുന്നുവെങ്കിൽ അവനെ കാത്തിരിക്കുന്നത് എന്താണ്? നരകമാണ് അല്ലെ? അപ്പൊ രക്ഷ വിശ്വാസം വഴി കൃപയാലാണ്, പ്രവൃത്തിയാലല്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോ അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തി രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ കൃപയാലാണോ? അപ്പസ്തോലപ്രവൃത്തി 2:38 രക്ഷയ്ക്ക് എന്ത് വേണമെന്ന് പഠിപ്പിച്ചത്? സ്നാനം വേണം അല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് സ്നാനപ്പെട്ടാൽ എന്ത് കിട്ടും? പരിശുദ്ധാത്മാവിന്റെ ദാനം കിട്ടും അല്ലെ? അപ്പോ ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാനം എന്നുള്ളത് മനസ്സിലാക്കണേ. റോമാലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം വായിക്കണം. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്ക് ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ എന്നല്ലേ ചോദ്യം. സ്വപുത്രനെ ദാനമായി നൽകിയെങ്കിൽ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകുന്ന പാപമോചനവും രക്ഷയും നിത്യജീവനും സ്വർഗവും ദാനമായി നൽകുന്നല്ലേ പറഞ്ഞേ. അപ്പൊ അതിന് പ്രവൃത്തി ആവശ്യമുണ്ടോ? സ്വപുത്രനെ ദാനമായി നൽകാമെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സ്വർഗം ദാനമായിട്ട് നൽകാനാണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ രക്ഷദാനമായിട്ട് നൽകാനാണോ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പാപമോചനം ദാനമായിട്ട് നൽകാനാണോ ബുദ്ധിമുട്ട്? അപ്പൊ ആ പുത്രനെ ആരെങ്കിലും സ്വീകരിച്ചാൽ ആ പുത്രനുള്ളതെല്ലാം ആർക്കുള്ളതെന്ന് പറഞ്ഞ ഗലാത്യലേഖനം 3-ാം അധ്യായം 28-29 വാക്യത്തിൽ അങ്ങനെയല്ലേ പറഞ്ഞേ. റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ അതല്ലേ പറഞ്ഞേ. ഗലാത്യലേഖനം 4-ാം അധ്യായം 20-21 വാക്യത്തിൽ അതല്ലേ പറയുന്നത്. അപ്പൊ സകലതും ദാനമാണ് ദൈവത്തിന്റെ. ആർക്കാണ് ഈ ദാനം ലഭിക്കുന്നത്? വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പാപപരിഹാരതയിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം സൗജന്യമായി കൊടുക്കുന്നതാണ് രക്ഷ, പാപമോചനം, നിത്യജീവൻ, സ്വർഗം എന്നുള്ളത്. അതിന് ഒരു തൂക്കം പണിയും ആവശ്യമില്ല. മനുഷ്യരിൽ നിന്ന് ഒന്നിന്റെയും ആവശ്യമില്ല. അപ്പൊ ഹെബ്രായലേഖനം 10:26 എന്തറിയണം? സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ രക്ഷ അപൂർണമാണെന്നും ഇനി രക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന പ്രവൃത്തി കൂടി ചെയ്താലേ രക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് പലതും ചെയ്യുന്നവരോട് ദൈവം പറയുന്ന വാക്യമാണ് അടുത്ത വാക്യം. മറിച്ച് ഭയങ്കരമായ ന്യായവിധി. എന്താണ് കിട്ടുന്നത്? ശിക്ഷാവിധിയാണോ? ന്യായവിധി. കണ്ടോ? ശിക്ഷാവിധിയല്ല, ന്യായവിധി കിട്ടുമെന്ന് പറഞ്ഞ ഭയങ്കരമായ ന്യായവിധിയും സംപ്രീതമായ കാത്തിരിപ്പാണ് ഇപ്പൊ കിട്ടുന്നല്ല പറഞ്ഞ. ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവുമാണ് ഈ സ്നാനവാദികളെയും ഈ ഉദാശവാദികൾക്കും ദൈവം വെച്ചിരിക്കുന്നത്. ഇപ്പോഴല്ല എന്ന് വീണ്ടും ഞാൻ പറയുന്നു. ഇപ്പോൾ എന്തില്ല? ന്യായവിധിയില്ല. നിങ്ങൾ അങ്ങനെ ചെല്ല്, അവിടെ വെച്ച് കിട്ടുന്നുണ്ടാ പറഞ്ഞത് അല്ലെ. നമ്മളോട് അവിടെ ചെല്ലുമല്ല, നിങ്ങളുടെ പാപങ്ങൾ ഒരു കാരണവശാലും ഞാൻ ഓർക്കില്ല മക്കളെ എന്നല്ലേ പറഞ്ഞത്. ഓർമ്മയില്ലല്ലോ. അപ്പൊ നമുക്ക് എന്താണ് വെച്ചിരിക്കുന്നത്? സ്വർഗമാണ് വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന സ്നാനവാദികളും ഉദാശവാദികളും ഈ പറയുന്ന ആളുകൾക്കും എന്താണ് വെച്ചിരിക്കുന്നത്? അപ്പൊ സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല.
അപ്പോൾ ലഭിച്ചെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നില്ല? ഇവിടെ എന്താ പറഞ്ഞത്? എന്നേക്കുമായി രക്ഷിക്കപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്? 10:14 വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കപ്പെട്ടിരിക്കുന്നു. എന്നേക്കുമായി എന്ന് പറഞ്ഞാൽ പരിപൂർണരാക്കി. എന്നേക്കുമായി എന്ത് ചെയ്തു? പരിപൂർണരല്ല, പരിപൂർണരാക്കി. മനസ്സിലായി? അങ്ങനെ പരിപൂർണരാക്കിയവരുടെ പാപങ്ങൾ ഇനി മേലിൽ ഞാൻ ഒരു കാരണവശാലും ഓർക്കുകയില്ല. പാപമോചനമുള്ളിടത്ത് ഇനി ഒരു പാപപരിഹാര വിധിയുടെ ആവശ്യമില്ല. അപ്പൊ കുർബാന, അപ്പൊ ഇതിനൊരു പാപപരിഹാര വിധിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അത് എന്താണ്? ന്യായവിധിയിൽ നിന്നുള്ള നിത്യമായ രക്ഷയാണ്. അല്ല, അത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. അത് സൗജന്യമായി ദൈവം നൽകുന്നതാണ്. ഇല്ലേ? അപ്പോ അത് കൃത്യമായും വ്യക്തമായി പറയുന്നു. ഇവിടെ ഈ പറയുന്ന ഫെബ്രുവരി ലേഖനം 5:9 നമ്മൾ നേരത്തെ വാക്യം വായിച്ചു. പരിപൂർണരാക്കപ്പെട്ടത് വഴി. അപ്പോൾ അതിന്റെ 7ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ ഒരു ചോദ്യം ഇട്ടിട്ട് നമുക്ക് ഇതാണ് അവസാനിപ്പിക്കാം. ഫെബ്രുവരി ലേഖനം 5:9 നമ്മൾ വായിച്ചു. 9 ഒന്നുകൂടി വായിച്ചിട്ട് 7 മുതൽ ഒന്ന് വായിച്ചു നോക്കാം. പരിപൂർണനാക്കപ്പെട്ടത് വഴി. അപ്പോ പരിപൂർണനാക്കപ്പെട്ടത് ആരെയാണ്? യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയാണ്. അല്ലെ? യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ പരിപൂർണമാക്കപ്പെട്ടത് വഴി നമുക്ക് അവൻ തന്നെ അനുസരിക്കുന്നവർക്ക്. അപ്പോ 7ാമത്തെ വാക്യം വായിച്ചു തുടങ്ങിയാലോ? തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ള. അപ്പൊ ക്രിസ്തു ദൈവമാണ്, പൂർണ്ണ ദൈവമല്ലേ? ആ ക്രിസ്തു ഇപ്പോൾ ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ രക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവത്തോട് വിളിച്ചു പറയുകയാണ്. അല്ലെ? അപ്പോൾ ഇവിടെ ക്രിസ്തു നിസ്സഹായനായിട്ട് കിടക്കല്ലേ കുരിശുമ്മ? എന്നിട്ട് കുരിശുമ്മ കിടന്നിട്ട് ഇപ്പൊ യേശു എന്താണ് പറയുന്നത്? മരണത്തിൽ തന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തോട് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. കുരിശിൽ കിടന്ന് യാചനകൾ സമർപ്പിച്ചു. എന്റെ ദൈവമേ, എന്നെ കുരിശിൽ നിന്ന് ഇറക്കി തരണമേ എന്ന്. ഞാൻ അതിപ്പോ പറയണല്ലോ, അങ്ങനെയൊന്നല്ലോ കേസ്. നാളെ അതെടുത്ത് വീഡിയോയിലിട്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് വരും. തൽക്കാലത്തേക്കുള്ളൊരു തക്കട ചോദ്യമാണത്. പ്രാർത്ഥിച്ചു. എന്നിട്ട് അടുത്ത വാക്യം, അവന്റെ ദൈവഭയം മൂലം അവന്റെ പ്രാർത്ഥന കേട്ടു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ദൈവഭയം മൂലം ദൈവം എന്ത് ചെയ്തു? അപ്പൊ കുരിശുമ്മ കിടക്കുന്ന ദൈവം സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചു? എന്റെ ഈ കുരിശുമ്മ എന്ന് ഇറക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവന്റെ ദൈവഭയം മൂലം ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. കേട്ടിട്ട് കുരിശുമ്മ ഇറക്കിയോ പാസ്റ്റർ? കുരിശുമ്മ തന്നെ കിടന്ന് മരിച്ചു. ഇല്ലേ? അപ്പൊ ദൈവം യേശു ക്രിസ്തു കുരിശുമ്മ കിടന്ന് അയ്യം പിടിച്ചിട്ട് പിതാവായ ദൈവം കണ്ണിച്ചോരയില്ലാതെ അവനെ അവിടെ തന്നെ കിടന്ന് മരിക്കാൻ വിട്ടുകൊടുത്തു എന്നല്ലേ അതിന്റെ അർത്ഥം? ഇനി രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നുള്ളതിനെ 1 കൊരിന്ത്യർ 1:8-9 വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. എന്താണ് പാസ്റ്റർ വായിച്ചത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ നിങ്ങളെ എന്ത് ചെയ്യും? അവൻ പരിപാലിക്കും. എങ്ങനെ പരിപാലിക്കും? കുറ്റമില്ലാത്തവരെ പരിപാലിക്കും. അവസാനം വരെ. ഏതായി അവസാനം വരെ? യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരെ. അല്ല? അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരെ നമ്മളെ എങ്ങനെ പരിപാലിക്കുന്നു? അപ്പൊ എന്ത് കുറ്റം ചെയ്താലും ഇപ്പൊ ദൈവം എന്താ പറഞ്ഞാൽ കുറ്റമില്ലാത്തവരെ എന്ന് വരെ പരിപാലിക്കും. യേശു ക്രിസ്തു നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നിമിഷമല്ലേ, അതുവരെ നമ്മളെ എങ്ങനെ പരിപാലിക്കുന്ന പറഞ്ഞാൽ ഒരു വായിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിനത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിനമേതാ? മേഘപ്രത്യക്ഷത. അല്ല? ആ മേഘപ്രത്യക്ഷതയുടെ നിമിഷം വരെ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. കുറ്റമില്ലാത്തവരെ പരിപാലിക്കും. അല്ലെ? അടുത്ത വായിക്കുന്നത് തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം. എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ കർത്താവും
എന്താ അതിന്റെ അർത്ഥം? ഒന്നുകൂടി വായിച്ചു നോക്കിയേ. തന്റെ പുത്രനും നമ്മുടെ തന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ആരത് പറയുന്നത്? പിതാവായ ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ സഹവാസം എവിടെയാണ്? സ്വർഗത്തിൽ. അല്ലെ? സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം അവൻ എന്ത് ചെയ്യും? അവസാനത്തോളം നിങ്ങളെ കുറ്റമില്ലാത്തവരെ പരിപാലിക്കും. അപ്പൊ നമ്മളെ പരിപാലിക്കുമോ? അവസാനം വരെ പരിപാലിക്കുമോ? എവിടെ എത്തുന്നവരെ പരിപാലിക്കും? രക്ഷകനും സംരക്ഷകനും. അപ്പൊ പരിപാലിക്കുന്നല്ലേ പറഞ്ഞ? ഇടയ്ക്ക് വിട്ടുകളയോ? എന്തെങ്കിലും തെറ്റ് കാണുമ്പോ നീ കുറ്റക്കാരനാണെന്ന് പറയോ? നിന്റെ പാപങ്ങൾ നീ ഓർക്കുമോ? അങ്ങനെ ഓർക്കുമെങ്കിൽ അവസാനം വരെ കുറ്റമില്ലാത്തവനെ പരിപാലിക്കാൻ സാധിക്കുമോ? ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങളിൽ സൽപ്രവൃത്തികൾ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും അത്. അപ്പോൾ വിടുമോ? നമ്മളെ വിടുമോ? കൈ വിടുമോ? ഇല്ല. യൂദാലേഖനം 24-25 വാക്യങ്ങൾ. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു കളങ്കവുമില്ലാതെ എന്നല്ലേ അർത്ഥം? ഒരു കളങ്കവുമില്ലാതെ സന്തോഷത്തോടെ നിർത്തുവാൻ അങ്ങനെ നിർത്തുന്ന നമ്മുടെ രക്ഷകനായ ദൈവത്തിന് സ്തുതിയും മഹത്വവും. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാൻ. എങ്ങനെ വീഴാതെ? തട്ടി വീഴാതെയാണോ? ലേഖനം 5-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെ 3 വാക്യം അല്ലേ? ഓക്കെ. 5-ന്റെ 1 മുതലാണ് വായിച്ചാലോ? വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. അപ്പൊ ആദ്യത്തെ വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ. എങ്ങനെയാണ്? അപ്പൊ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തെ അനുകരിക്കുന്നവരെ പോലെ ആകുന്നത്? അല്ലെ? അതറിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് ബാക്കി രണ്ടാമത്തെ വാക്യത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ അനുകരിക്കാൻ പറ്റുക? ദൈവം എവിടെ കിടക്കുന്നു? നമ്മളെവിടെ കിടക്കുന്നു? ദൈവത്തെ എങ്ങനെ അനുകരിക്കാൻ പറ്റും? ഇവിടെ അനുകരിക്കണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എങ്ങനെ അനുകരിക്കാൻ പറ്റും? 1 എഫേസ്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വ്യാഖ്യാനിക്കണമെങ്കിൽ 1-ാം വാക്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കണ്ടേ? അപ്പോ 1-ാം വാക്യം മനസ്സിലാക്കാതെ എങ്ങനെയാണ് 2-ാം വാക്യം വ്യാഖ്യാനിക്കാൻ പറ്റുക? അപ്പോ വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാണ്. ദൈവത്തെ എങ്ങനെ അനുകരിക്കണം? കൃഷ്ണമത്വം വയ്ക്കണം. അത് യേശു ക്രിസ്തു പരിച്ഛേദനം ചെയ്തതുപോലെ നമ്മൾ പരിച്ഛേദനം ചെയ്യണം? അതോ യേശു ക്രിസ്തു അവർ മുങ്ങിയതുപോലെ നമ്മൾ മുങ്ങണമോ? എങ്ങനെ, ഏത് പ്രവൃത്തിയാണ് നമ്മൾ യേശുവിന്റെ അനുകരിക്കേണ്ടത്? 1 പത്രോസ് 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് അനുകരിക്കണേന്ന് 1 പത്രോസ് 4-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്നാണ്. അപ്പോൾ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം കിട്ടാം. നിങ്ങളോടല്ലേ ഇവിടെ എന്റെ ചോദ്യം ചോദിച്ചു. ഇവിടെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം എന്തായിരുന്നു? ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹം അല്ലെ? അപ്പൊ ക്രിസ്തുവിന്റെ അവിടെ കിടന്നിട്ട് അടുത്ത വൈകി വായിച്ചു നോക്ക്. ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കും. അപ്പോൾ ശരീരത്തിൽ സഹിച്ചു. എങ്ങനെ? ക്രിസ്തുവിന്റെ മനോഭാവത്തോടുകൂടെ ശരീരത്തിൽ സഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു അല്ലെ? അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മനോഭാവം എന്താണ്? ക്ഷമിക്കുന്ന സ്നേഹം. അപ്പോൾ എഫേസ്യർ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ദൈവത്തെ അനുകരിക്കുന്നവരാകണം. അപ്പൊ ദൈവത്തെ എങ്ങനെ അനുകരിക്കേണ്ടത്? ക്ഷമിക്കുന്ന സ്നേഹം. കണ്ടോ? ഇത് മനസ്സിലാക്കാതെ 2-ാം വാക്യത്തിലേക്ക് പോകാൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. എങ്ങനെ ക്രിസ്തു ക്ഷമിക്കുന്ന സ്നേഹം അല്ലെ? ക്രിസ്തു എങ്ങനെയാ ക്രിസ്തുവിനെ നിങ്ങൾ എങ്ങനെ അനുകരിക്കേണ്ടത്? ക്ഷമിക്കുന്ന സ്നേഹം. അങ്ങനെ അനുകരിക്കണമെന്ന് പറഞ്ഞത് അല്ലെ? അടുത്തത്, അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ കേട്ടാ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ മതി. നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവരെ ദൈവം നമുക്ക് വേണ്ടി. അപ്പോൾ പാപം അറിയാത്തവൻ അല്ലെ? യേശുക്രിസ്തുവിന് പാപം അറിയാമായിരുന്നു.
ഇല്ല. പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി എന്താക്കി? പാപിയാക്കിയില്ല. ചങ്ങാതിമാരെ, പാപമാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ 1 പത്രോസ് 2-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ 1 പത്രോസ് 3-ാം അധ്യായം 18-ാം വാക്യം വായിച്ചു നോക്കിയാൽ മതി. പാപങ്ങൾ എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. അപ്പൊ നീതിരഹിതരായിരുന്നു നമ്മൾ. ആ നീതിമാനാരായിരുന്നു? യേശുക്രിസ്തു. നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവൻ ക്രൂശിൽ മരിച്ചത്. അല്ലെ? അപ്പോ ആ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ എഫേസ്യർ 5-ാം അധ്യായം 1 മുതൽ 23 വരെ വ്യാഖ്യാനിക്കാൻ പാസ്റ്റർ അടുത്ത ഞായറാഴ്ച വന്നാൽ മതി. അപ്പൊ ഏത് ഇതിന്റെ ഈ 5-ാം വാക്യം ഒന്ന് 4 വായിച്ചിട്ട് വായിക്കും. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. മ്ലേച്ഛതയും വ്യക്തഭാഷണവും ചാപല്യവും നമുക്ക് യോജിച്ചതല്ല. സ്തോത്രമാണ് ഉചിതം. 5 വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുള്ളൂ. അപ്പോ ഇങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചത്. അതായത് 1 കൊരിന്ത്യർ 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇതും വായിച്ചില്ല. വ്യഭിചാരിക്കും അശുദ്ധനും ഒന്നും വായിച്ചു. 1 കൊരിന്ത്യർ 6:10. മദ്യപനൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. ഒന്നുകൂടി വായിച്ചു. അതും ഇവർ പറഞ്ഞത് ഒന്ന് തന്നെയല്ലേ? കള്ളന്മാരും അത്യാഗ്രഹികളും അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കും. ഈ പറഞ്ഞത് തന്നെയല്ലേ ഇപ്പൊ എഫേസ്യരിൽ പൗലോസ് പറഞ്ഞത്. 1 കൊരിന്ത്യർ 6:10 പറഞ്ഞത് എഫേസ്യരിലെ 5-ാം അധ്യായത്തിൽ ഈ പറഞ്ഞത് ഒന്ന് തന്നെയല്ലേ? എന്നിട്ട് പൗലോസ് പറയാണ്, അടുത്ത വാക്യം പറയാണ്, നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു. അല്ല, എന്നാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും സ്നാനം വന്നോടെ കേട്ടോ. യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു? അങ്ങനെയായിരുന്നു. നിങ്ങൾ എങ്ങനെയായിത്തീർന്നു? ഇപ്പോൾ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ അതായത് വീണ്ടും ജനിച്ചു, പുതിയ സൃഷ്ടികളായി. ഈ പുതിയ സൃഷ്ടികളായവർ ഇനി ചെയ്യേണ്ടത് എന്ത് പാപം ചെയ്താലും അവർക്ക് ന്യായവിധിയല്ല ശിക്ഷാവിധി ഉണ്ട് എന്ന് തന്നെയുമല്ല, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ യേശുക്രിസ്തു നമുക്ക് ഈ പുതിയ നിയമസഭയ്ക്ക് 2 പ്രമാണങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രമാണം വിശ്വാസ പ്രമാണം, 2ാമത്തെ പ്രമാണമാണ് സ്നേഹപ്രമാണം. അല്ലെ? അതിനെ നമ്മൾ 2ആയിട്ട് പറഞ്ഞു. ഒന്ന് ആന്തരിക വിശുദ്ധി. ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്ന, വിശ്വാസികൾക്ക് ദൈവം പ്രദാനം ചെയ്യുന്നതാണ് ആന്തരിക വിശുദ്ധി. അത് നമ്മൾക്ക് പ്രാപിക്കാൻ സാധ്യമല്ല. നമ്മൾ യേശുക്രിസ്തുവിന്റെ പാപപരിഹാരത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മുടെ എന്ത് ചെയ്തു? നമുക്ക് ആന്തരിക വിശുദ്ധി നൽകി. എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മരക്ഷ നൽകി. എന്നാൽ അങ്ങനെ ആത്മരക്ഷ പ്രാപിച്ചവർക്ക് മറ്റൊരു നിയമം ദൈവം നൽകി. അതാണ് ജീവിത വിശുദ്ധി. അതിന്റെ പേരാണ് സ്നേഹപ്രമാണം. അല്ല? അപ്പോൾ സ്നേഹപ്രമാണം നിങ്ങൾ പാലിക്കണമെന്നാണ് ദൈവം പറഞ്ഞത്. സ്നേഹപ്രമാണം പാലിച്ചാൽ നിങ്ങൾക്ക് ദ്രോഹപ്രമാണം പാലിക്കാൻ സാധ്യമല്ല. മനസ്സിലായോ? എഫേസ്യ ലേഖനം എഴുതിയിരിക്കുന്നതെല്ലാം രക്ഷിക്കപ്പെട്ടവരോടല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ആ അധ്യായത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് തുടങ്ങണം നമ്മൾ. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് 1-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ രക്ഷയുടെ സത്വാർത്തയെ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിന് എന്തിനെ രക്ഷിക്കപ്പെട്ടവർ ആര് മുദ്രയിടുന്നു? എന്തിനായി മുദ്രയിട്ടത്? രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയാനാണോ? അത് രക്ഷ നഷ്ടപ്പെടില്ലെന്ന് പറയാനാണോ? എന്ന് വരേക്കാണ് 14-ാം വാക്യം. അവിടുത്തെ മഹത്വത്തിന്റെ അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ഈ അവകാശത്തിനുള്ള അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് സ്വർഗത്തിൽ എത്തുന്നത് വരെ, അല്ലെങ്കിൽ യേശുക്രിസ്തു മേഘപ്രത്യക്ഷത്തിൽ വരുന്നത് വരെ
നമുക്കുള്ള അവകാശമാണ് രക്ഷ നഷ്ടപ്പെടുകയില്ലെന്നുള്ള അവകാശമാണ് ഈ പരിശുദ്ധാത്മാവിൽ നമ്മളെ മുദ്ര ചെയ്തിരിക്കുന്നത്. അപ്പൊ അച്ചായന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഒരു 4:30 കൂടി വായിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതിയോ? രക്ഷയുടെ ദിനത്തിനു വേണ്ടി മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷയുടെ ദിനം വരെ നിങ്ങളെ എന്തിനു വേണ്ടി മുദ്രയിട്ടു? നഷ്ടപ്പെടുകയില്ലെന്നല്ല, രക്ഷയുടെ ദിനം വരെ നിങ്ങളുടെ രക്ഷ ആർക്കും കവർന്നെടുക്കാൻ സാധിക്കാത്ത വിധം ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. ഇനി ആ മുദ്ര പൊട്ടിച്ച് ആർക്കെങ്കിലും രക്ഷ നഷ്ടപ്പെടുത്താൻ പറ്റുമോ? ആ മുദ്ര ദൈവം പൊട്ടിച്ച് നമ്മളെ പുറത്ത് കളയുമോ? ഇനി എന്താ പാസ്റ്റർ ചോദിച്ചോളൂ. എന്റെ ചോദ്യം ഇതാണ്, അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക്, യേശുവിന്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, ഇനി ആ വിശ്വസിച്ചതിന് ശേഷം എന്ത് പാപം ചെയ്താലും മദ്യപാനമായിക്കൊള്ള, വ്യഭിചാരമായിക്കൊള്ള, മോഷണമായിക്കൊള്ള, പിടിച്ചുപറിയായിക്കൊള്ള, എന്ത് പാപം, കൊലപാതകമായിക്കൊള്ള, എന്ത് പാപം ചെയ്താലും അവന് സ്വർഗരാജ്യം നഷ്ടപ്പെടുകയില്ല എന്നാണ് അച്ചായൻ പറയുന്നത്. അങ്ങനെ തന്നെ. അവന് ന്യായവിധിയില്ല, അവന് ശിക്ഷാവിധി മാത്രമേ ഉള്ളൂ. അവൻ എന്തിനാ പറഞ്ഞത്? ശിക്ഷാവിധി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ശിക്ഷാവിധിയും ഇല്ല ന്യായവിധിയും ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ എന്തായിരുന്നു? അപ്പൊ ആ ശിക്ഷാവിധി ഈ ഭൂമിയിൽ വെച്ചുള്ള ശിക്ഷാവിധിയാണ്, സ്വർഗത്തിലുള്ളതല്ല. സ്വർഗത്തിലേക്ക് പോകുന്ന, നരകത്തിലേക്ക് പോകുന്ന ശിക്ഷാവിധി ന്യായവിധി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഭൂമിയിൽ വെച്ച് കിട്ടുന്നതിന് ശിക്ഷാവിധി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ഈ ഭൂമിയിൽ പാപം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യം ലഭിക്കൂ എന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിൽ അവൻ എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവുമോ? അതൊക്കെ ഉണ്ടാവും. നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇങ്ങനെ അവിടെ ഇരുന്ന് ലോറൻസ് പാസ്റ്റർ പറഞ്ഞു കേട്ടു. 1 Corinthians 9:27 വാക്യത്തില് പൗലോസ് പോലും, അതായത് നേരെ ചൊവ്വേ പോയില്ലെങ്കിൽ അവന്റെ രക്ഷ നഷ്ടപ്പെടും. പറയുന്നുണ്ടല്ലോ, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നല്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടർന്നേ വാക്യം. അതായത് ഫിലിപ്പി ലേഖനം 2:12 വാക്യവും ഫിലിപ്പി ലേഖനം 3:12 വാക്യത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തന്നെ കിട്ടിയിട്ടില്ല, ഞാൻ ഇതിന്റെ പേരിൽ കുസ്തി പിടിച്ചുകൊണ്ട് നടക്കുകയാണെന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പൊ പുള്ളിക്ക് കിട്ടിയില്ല എന്നുള്ളത് ഇനി റോമാലേഖനം 7:15 പുള്ളി പറഞ്ഞു, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് എന്നല്ലേ പറഞ്ഞത്. ദീനരോധനമാണ് അല്ലെ? അപ്പൊ പുള്ളിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു മുഖം എവിടെ കിട്ടാനാ? പുള്ളിക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടൂല. അപ്പൊ എബ്രായലേഖനം 1 Corinthians 9:27 പുള്ളി പറഞ്ഞത്, മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ ശരീരത്തെ. അപ്പൊ പുള്ളി കിട്ടിട്ടില്ല. കൃത്യമല്ലേ? മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ ശരീരത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കർശനമായി പുള്ളി ബലം പിടിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? രക്ഷ നഷ്ടപ്പെടാതിരിക്കേണ്ട കുഴഞ്ഞു മറയാണ് പുള്ളിയില്ലേ? അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ കിട്ടാനാ ചങ്ങാതിമാരെ? പൗലോസിന് കിട്ടാത്ത രക്ഷ നിങ്ങൾക്ക് കിട്ടുമെന്നോ? കിട്ടുമോ? കിട്ടില്ല. ഇപ്പൊ ഞാൻ രക്ഷ നഷ്ടപ്പെടുന്നതല്ല പറഞ്ഞത്. ഈ നേരം വരെ എന്ത് പറഞ്ഞു? ഒരു വിധത്തിലും നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പൗലോസ് എന്താ പഠിപ്പിച്ചത്? 1 Corinthians 9:27 വാക്യത്തിൽ ഞാൻ പോലും, എനിക്ക് പോലും എന്ത് കിട്ടിയിട്ടില്ല? ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ എന്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? കർശനമായി നിയന്ത്രിച്ച് പിടിച്ചിരിക്കുകയാണ്. ഇച്ചിരി അഴഞ്ഞാൽ എന്ത് പറയും? എന്റെ രക്ഷ ദേ പോണു. ഇച്ചിരി കർശനത്തിന് കുറച്ചാൽ എന്തുണ്ടാവും? രക്ഷ അപ്പ പോവും. ഇല്ലേ? കറക്റ്റല്ലേ? അതെ. അതുകൊണ്ട് ഇനി വന്നാ മതി. അപ്പോ അതൊക്കെ ശുദ്ധ പോഷകങ്ങൾ മനസ്സിലാക്കാതെ പറയുന്നതാണ് വാക്യങ്ങളെല്ലാം. മനസ്സിലായോ? അതിന്റെ അർത്ഥം അതൊന്നുമല്ല. അപ്പൊ അടുത്ത ഞായറാഴ്ച വന്നാൽ അതും ഞാൻ കേൾക്കുന്നു. അപ്പോൾ ഈ പറയുന്ന വാക്യം എന്തല്ല? രക്ഷയോടുള്ള ബന്ധത്തിൽ പറയുന്ന വാക്യമേ അല്ല. ഇനി ഫിലിപ്പി ലേഖനം 2 വാക്യം പുള്ളി പറഞ്ഞു ശരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൗലോസ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്നല്ലേ പറഞ്ഞത്. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ 4-5 വാക്യം കാണാതെ പഠിച്ചു വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് തള്ളി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണോ പറഞ്ഞത്? അപ്പൊ അങ്ങനെ 4-5 വാക്യം തള്ളിക്കൊടുക്കാണോ
അതായത് എന്ത് പറഞ്ഞാലും എവിടെ പറഞ്ഞു എന്താണോ അതിന്റെ അർത്ഥം എന്ന് കൃത്യമായി പറയാന്ന് പറഞ്ഞാൽ പാസ്റ്റർ പറയുന്നത് എല്ലാം എവിടെയാണോ എന്താണോ അതിന്റെ അർത്ഥം പറയാന്ന് പറഞ്ഞാൽ ഫിലിപ്പിലെ 2:12 വാക്യം 3:12 2:12 ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർദ്ധിച്ചിട്ടുള്ളത് പോലെ എന്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി. അപ്പൊ നിങ്ങൾ ചുമ്മാ രക്ഷിക്കപ്പെട്ടു, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ഇനി ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ പൗലോസ് പോലെ എന്താ പറഞ്ഞ, എന്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണമെന്നാ പറഞ്ഞ അല്ലെ. അപ്പൊ രക്ഷയ്ക്ക് വേണ്ടി ഇനി വെറുതെ ഇരുന്നാ പറ്റുമോ? കാടിന് അധ്വാനം ചെയ്യണമെന്നാ പൗലോസ് പറഞ്ഞത്. പൗലോസ് ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ രക്ഷയ്ക്ക് വേണ്ടി. എന്നിട്ടും പുള്ളി പറയുന്നത് എന്താ, അത് എപ്പോഴാ കൈവിട്ടു പോകാതിരിക്കുന്ന വേണ്ടി ഞാനെന്റെ എന്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പറഞ്ഞതെന്നാ, അതായത് ദൈവിക വിശ്രാന്തി എന്നതിനെ കുറിച്ചല്ലേ നമ്മൾ പഠിപ്പിച്ചത്. ദൈവിക വിശ്രാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ദൈവം ചെയ്തു, ഇനി നിങ്ങൾ ആ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഏറ്റെടുത്ത് വിശ്രമിക്കും മക്കളെ എന്നല്ലേ പറഞ്ഞ. അങ്ങനെയല്ലേ നമ്മൾ ആദ്യം പഠിപ്പിച്ചത്. അപ്പോ ഈ പൗലോസ് പറഞ്ഞതില്ല. പൗലോസ് പറഞ്ഞു രക്ഷയ്ക്ക് വേണ്ടി പുള്ളി കഠിനാധ്വാനം ചെയ്യാണ്, പുള്ളിയുടെ ശരീരത്തെ പുള്ളി കഠിനമായി പീഡിപ്പിച്ച് ഒതുക്കി. അതിനുള്ള കത്തോലിക്ക സഭ അതായത് സഹനാധിഷ്ഠിത രക്ഷ. രക്ഷയ്ക്ക് എന്ത് വേണം? സഹനം വേണം. നമുക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ചാട്ടവാർന്നടിക്കണം നമ്മുടെ ശരീരത്തെ, അല്ലെങ്കിൽ തല കുത്തി നിൽക്കണം, മുട്ടും നിൽക്കണം, കല്ല് പിരിച്ച് അതിൽ കയറി നിൽക്കണം. ഇങ്ങനെയാണ് നമ്മുടെ രക്ഷ. അല്ലെങ്കിൽ ആരും കൊണ്ടുപോകും, സാധാരണ എടുത്തുകൊണ്ട് പോകും ഇല്ലേ. അങ്ങനെ സഹനാധിഷ്ഠിത രക്ഷ, സുഹൃതാധിഷ്ഠിത രക്ഷ, പിന്നെ എന്തൊരു രക്ഷ? ബഹുദാസാധിഷ്ഠിത രക്ഷ. ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊരു രക്ഷയുള്ളൂ. എന്താണ്? വിശ്വാസാധിഷ്ഠിത രക്ഷ. മറ്റതെല്ലാം പക്ക ദുരുപദേശവും സാത്താന്റെ ഉപദേശവുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോ അടുത്ത ഞായറാഴ്ച നമുക്ക് വീണ്ടും കാണാം. പാസ്റ്റർ വീണ്ടും വരും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും.